ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം യേശു ക്രിസ്തു തന്നെ വെളിപ്പെടുത്താൻ താല്പര്യപ്പെടുന്ന ദൈവമാണ്. ദൈവം യേശു ക്രിസ്തു ഒരിക്കലും തന്നെ മറച്ചു വെക്കാൻ താല്പര്യപ്പെടുന്നില്ല. പിതാവ് ആത്മാവാണ്, സ്പിരിറ്റ് ആണെന്നുള്ള യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. ആ പിതാവിൻ്റെ എക്സ്പ്രസ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണ് യേശു ക്രിസ്തു. മനുഷ്യരുടെ ഇടയിൽ വസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം മനുഷ്യന്റെ രൂപം എടുത്തുകൊണ്ട് ലോകത്തിലേക്ക് വന്നതാണ്, തന്നെ എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെ? അപ്പോൾ ദൈവം തന്നെ എക്സ്പ്രസ് ചെയ്യുന്ന ആർക്ക് വേണ്ടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി, അല്ലെ? അന്വേഷിക്കുക, അങ്ങനെയുള്ളവർ കണ്ടെത്തും എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ 2026 നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുക ദൈവം തമ്പുരാൻ. നമുക്ക് ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തികളായിരിക്കാം, അല്ലെ? അവന്റെ പുറകെ പോകുന്ന വ്യക്തികളായിരിക്കാം. നമ്മുടെ ഗ്ലോറിക്ക് വേണ്ടിയോ നമ്മൾക്ക് കിട്ടാൻ, ഈ ലോകത്ത് കിട്ടാൻ ചാൻസ് ഉള്ള കാര്യത്തെ പറ്റിയോ ചിന്തിക്കാതെ, ദൈവമേ എനിക്ക് അങ്ങനെ വേണം, അങ്ങയുടെ പ്രസൻസിൽ ഞാൻ ജീവിക്കുന്ന വ്യക്തി ആയിരിക്കണം, അങ്ങനെ പറ്റി എനിക്ക് കൂടുതൽ അറിയണം, ആ അറിവിൽ എനിക്ക് വളരണം എന്ന് താല്പര്യത്തോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കാം. അങ്ങനെയുള്ളവരുടെ മുമ്പിൽ ദൈവം യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും, അല്ലെ? അപ്പൊ അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ അതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്നതിന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കും. കർത്താവേ, അങ്ങയുടെ ഈ സമയത്തിന് നന്ദി പറയൂ കർത്താവേ. ഞങ്ങൾക്ക് ഈ സമയം തന്നതിനായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ കൃപയ്ക്കായിട്ട്, ഞങ്ങളെ തേടിയെത്താൻ സ്നേഹത്തിനായിട്ട്, ഞങ്ങളുടെ കണ്ണുകളെ തുറക്കുന്നതിനായിട്ട്, അങ്ങനെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ കാണിക്കുന്ന ഈ താല്പര്യത്തിനായിട്ട് കർത്താവേ, എല്ലാത്തിനും നന്ദി പറയാം കർത്താവ്. ഞങ്ങൾ ഇതിനൊന്നും ഒരു വേദിയുള്ള ആൾക്കാരല്ല കർത്താവ്, ലോർഡ് ഫാദർ ഗോഡ്. അങ്ങനെയൊന്നും ഒരുപാട് അകലത്ത് പോയ വ്യക്തികളാണ്. പക്ഷെ ഞങ്ങളെ തേടിയെത്തിയ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. അങ്ങക്ക് ഞങ്ങളുടെ ഇടയിൽ വസിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. അതാണ് കർത്താവ് അങ്ങയുടെ ഹൃദയം. അതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾ ഇന്ന് എന്താണ് കേൾക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു, അത് ഞങ്ങളോട് സംസാരിക്കണമേ. ഹോളി സ്പിരിറ്റ് ഗോഡ്, അങ്ങാണ് ഞങ്ങളുടെ ചേച്ചി, സംസാരിക്കണമേ. പിതാവെ, അങ്ങേക്കായിട്ട് നന്ദി പറയുന്നു. പുത്രനായിട്ടും ഹോളി സ്പിരിറ്റ് ഗോഡിനോട് നന്ദി പറഞ്ഞു. യേശുവിൻ നാമത്തിൽ ആമേൻ. നമുക്കിന്ന് മത്തായിലേക്ക് പോകാം. 28ാമത്തെ ചാപ്റ്ററിന് 1 തൊട്ട് 10 വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് വായിക്കാം. എല്ലാവർക്കും വളരെയധികം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ എന്നാലും ഒന്ന് വായിക്കാം. ദൈവത്തിന്റെ വചനം വായിക്കുന്ന എന്നും ഒരു അനുഗ്രഹം തന്നെയാണ്. അതിങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. മത്തായിന്റെ 28ന്റെ 1 തൊട്ട് 10 വരെ. ശബ്ബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയവും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായും. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. അവന്റെ രൂപം മിന്നലിനു ഒത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അവനെ കണ്ടു പേടിച്ചു വിറച്ചു മരിച്ചവനെ പോലെ ആയി. ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവനിവിടെയില്ല. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്നു കാണുവിൻ. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നും വേഗം ചെന്നു അവന്റെ ശിഷ്യന്മാരോട് പറവിൻ. അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നു. അവിടെ നിങ്ങൾ അവനെ കാണും. ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞു. അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി കല്ലറ വിട്ടു അവന്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി. എന്നാൽ യേശു അവരെ എതിരേറ്റു. നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്ന് അവന്റെ കാൽ പിടിച്ചു അവനെ നമസ്കരിച്ചു. യേശു അവരോട്, ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് ഗലീലയിലേക്ക് പോകുവാൻ പറവിൻ. അവിടെ അവർ എന്നെ കാണും എന്ന് പറഞ്ഞു. അപ്പൊ ഇത് യേശുക്രിസ്തുവിന്റെ ക്രൂശിതനാക്കിയതിനു ശേഷം, ക്രൂശിതനാക്കിയ ശേഷം യേശു തന്റെ സ്പിരിറ്റിനെ പിതാവിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. അതിനുശേഷം ജോസഫ് അരിമത്യക്കാരനെ ജോസഫ് വന്ന് യേശുക്രിസ്തുവിന്റെ ശരീരം പൈലറ്റിൽ നിന്ന് ഏറ്റുവാങ്ങുന്നിട്ട് താൻ തന്നെ ചെത്തി ഉണ്ടാക്കിയ ആ ഗുഹയിൽ, അല്ലെ, യേശുക്രിസ്തുവിനെ അടക്കം ചെയ്യുന്നു. ഒരു വലിയ കല്ലുമൊക്കെ എടുത്ത് അതിന്റെ മുമ്പിൽ വെക്കുന്നു. അപ്പൊ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും സ്ക്രൈബുകൾക്കൊക്കെ ഭയങ്കര അവരുടെ വിക്കറ്റ്നെസ്, അല്ല, അവരുടെ മോശപ്പെട്ട തരത്തിലുള്ള കട്ടിയുള്ള ഹൃദയം കൊണ്ട് അവര് പിന്നെയും പൈലറ്റോട് എന്ന് പറഞ്ഞു, പിലാത്തോസിന് എന്ന് പറയുന്നു, ഇവന്റെ ശിഷ്യന്മാർ വന്ന് ഇവന്റെ ബോഡി, യേശുക്രിസ്തുവിന്റെ ബോഡി അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കല്ലറയ്ക്ക് മുമ്പിൽ കുറച്ച് ഗാർഡുകളെ, അല്ലെ, കാവൽക്കാർ നിർത്തണമെന്ന് പറയുന്നു.
അപ്പോൾ പൈലറ്റ് അത് അംഗീകരിക്കുന്നു. അദ്ദേഹം അവിടെ ആൾക്കാരെ ഇടുന്നു, അല്ല ഡ്യൂട്ടിക്ക് ഇടുന്നു. അപ്പം എന്നാ ഡ്യൂട്ടിക്ക് ഇട്ടാലും എന്ത് തരത്തിലുള്ള ഗാർഡുകളെ വെച്ചാലും നമ്മുടെ ദൈവത്തിന് വല്ല കുഴപ്പമുണ്ടോ അല്ലേ? അപ്പോൾ ഇവര് ഈ വർക്കെല്ലാം ഇങ്ങനെ ചെയ്ത് കൂട്ടിയത് ഇവര് ഈ പരീശന്മാരും ശാസ്ത്രിമാരും തങ്ങള് യേശുക്രിസ്തുവിനെ കൊല്ലുക എന്നുള്ള രീതിയിൽ ചെയ്ത് കൂട്ടിയതെല്ലാം മണ്ടന്മാരായതുകൊണ്ടാന്നുള്ളതല്ലേ നമുക്ക് മനസ്സിലാകുന്നത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് യേശുക്രിസ്തു മാനവരാശിക്ക് വേണ്ടി മരിക്കുക എന്നുള്ളത് അത് പിതാവിന്റെ തീരുമാനമാണ്. അല്ലേ? ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പേ തന്നെ അർക്കപ്പെട്ട കുഞ്ഞാട് യേശുക്രിസ്തു. അത് ഭൂമിയിലേക്ക് ഫിസിക്കലി വന്നത് വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ലോകാരംഭത്തിന് മുമ്പേ എല്ലാത്തിനും ആദ്യമേ തന്നെ അറിയാവുന്ന പിതാവിന്റെ തീരുമാനമാണ്. നമുക്കറിയാം അപ്പോസ്തലപ്രവൃത്തി 2 പോകുമ്പോൾ അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. പിതാവിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള തീരുമാനം ആണ് പുത്രൻ സാക്രിഫൈസ് ആയി തീരുക, അല്ലെ? ക്രോസ് ഓഫ് കാൽവരി മരിക്കുക എന്നുള്ള പിതാവിന്റെ പൂർണ്ണമായിട്ടുള്ള തീരുമാനമാണ്. അപ്പൊ അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുന്നത്. അല്ലാതെ ഇവന്മാര് വിചാരിക്കുന്ന പോലെ, ഈ പരീശന്മാരും ശാസ്ത്രിമാരും വിചാരിക്കുന്ന പോലെ ഞങ്ങള് അങ്ങ് കൊന്നു, ഞങ്ങള് എന്താ പറയുക അങ്ങ് വിജയാളികളായി, ഞങ്ങളുടെ 4-5 എന്താ പറയുക കാവൽക്കാരെയും കൂടെ ഒക്കെ അതിന്റെ ഈ കല്ലറയ്ക്ക് മുമ്പിൽ ഞങ്ങൾ നിർത്തിയേക്കും. അപ്പൊ ആ കാവൽക്കാരെ കണ്ട ഉടനെ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാര് വന്ന് ബോഡി എടുത്തോണ്ട് പോകത്തില്ല. ഫൂളിഷ്നെസ്, അല്ലെ? ഫൂളിഷ്നെസ് എന്താന്ന് പറഞ്ഞാലും ഇവരുടെ കൺമുമ്പിൽ വെച്ച്, ഈ കാവൽക്കാരുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ദൈവം ഒരു ദൂതനെ അയക്കുക. ദൈവം പറയാ ദൂതൻ വരത്തില്ലല്ലോ. ദൂതന്മാര് സ്വന്തം ഇഷ്ടത്തിന് പ്രകാരം ചെയ്യത്തില്ല. ദൈവത്തിന്റെ ഒപ്പമുള്ള ദൂതന്മാര് ദൈവം പറയുന്നതിന്റെ അപ്പുറത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമേ ദൈവം പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒരു വാക്കുപോലും സംസാരിക്കത്തുമില്ല. ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരം അല്ലാത്ത ജീവിതം ജീവിക്കുന്ന ഒരൊറ്റ ഏഞ്ചല് മാത്രമേ ഉള്ളൂ. അവന്റെ കൂട്ടരും മാത്രമുള്ള പിശാച് അവന്റെ ടീമും മാത്രം. പക്ഷെ ഇവിടെ ദൂതനെ ദൈവം അയച്ചിരിക്കുകയാണ്. ദൂതന്മാര് ദൈവത്തിന്റെ ഒപ്പം നിൽക്കുന്ന ദൂതന്മാരത് ഏഞ്ചലുകളെല്ലാം ദൈവം പറയുന്ന അനുസരിച്ച് മാത്രമേ ഉള്ളൂ പ്രവർത്തിക്കുള്ളൂ. അപ്പൊ ദൈവം പറഞ്ഞു വിട്ടിരിക്കുകയാണ് ദൂതൻ. അപ്പൊ ഇവിടെ ഈ സ്ത്രീകൾ, ഈ മഗ്ദലക്കാരിയായ മറിയം, മറ്റേ മറിയം എന്ന് പറയുമ്പോ എന്താ പറയുക, ജെയിംസിന്റെയും ജോസഫിന്റെ എല്ലാം മാതാവായിരിക്കുന്ന മറിയം. അപ്പൊ മറിയം എന്നുള്ള പേര്, മേരി എന്നുള്ള പേര് വളരെ കോമൺ ആയിട്ടുള്ള പേരായിരുന്നു അന്നത്തെ കാലത്തല്ല. ഒത്തിരി പേർക്കുണ്ട്. അപ്പൊ യേശുവിന്റെ അമ്മേന്റെ പേര് മേരി, ഇവിടെ വേറൊരു മേരിയെ പറ്റി പറയുന്നു, മഗ്ദലക്കാരി മേരിയെ പറ്റി പറയുന്നു. അങ്ങനെ മേരി എന്നുള്ള പേര് വളരെ കോമൺ ആയിരുന്നു. ഒരു വീട്ടിൽ ഒരാളെങ്കിലും വെച്ചുണ്ടെന്ന് തോന്നുന്നു ആ സമയത്ത് മേരി. ഇപ്പോ കണ്ടമാനം മേരികളുണ്ട്. അപ്പൊ വേറെ ഗോസ്പലിലേക്ക് ഇപ്പൊ മാർക്കിലും ലൂക്കിലൊക്കെ നോക്കുക, നമുക്കറിയാം ഒരുപാട് വേറെ സ്ത്രീകളും ഉണ്ടായിരുന്നു. സലോമിയും അല്ലെ, അങ്ങനെ കുറച്ച് വേറെ സ്ത്രീകളും ഒക്കെ ഉണ്ടായിരുന്നു. ജോവാന, അങ്ങനെയുള്ള പല സ്ത്രീകളും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്കൊട്ടും പേടിയില്ലെന്ന് ചുരുക്കം, അല്ലെ? യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ശിഷ്യന്മാര് ഇവിടെയുണ്ട് ഇങ്ങനല്ലേ. അപ്പൊ ശിഷ്യന്മാരെല്ലാം തട്ടിന്റെ മുകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു അപ്പർ റൂമിൽ ഇരിക്കുവാണ് അവര്, എന്ന് വെച്ച് പേടിച്ചിട്ട്, അല്ലെ? ഈ പരീശന്മാരെ ശാസ്ത്രിമാരെ പേടിച്ചിട്ടിരിക്കുക. പക്ഷെ ഇവർക്ക്, ഈ സ്ത്രീകൾക്ക് യാതൊരു പേടിയില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ ഇപ്പൊ 9ാമത്തെ ചാപ്റ്ററില് അല്ലെ നമുക്ക് വായിക്കുന്നതാ, കണ്ണുകുരുടനായിരുന്ന ഒരു വ്യക്തിക്ക് ജനിച്ച നാൾ തൊട്ടേ കാണാൻ വയ്യായിരുന്ന ആളെ യേശുക്രിസ്തുവിന് കാഴ്ച കൊടുത്തു കഴിയുമ്പോഴേക്കും യേശുവിന് വേണ്ടി നിന്നതിനതുകൊണ്ട് പരീശന്മാരും ശാസ്ത്രിമാരും അദ്ദേഹത്തെ സിനഗോഗിൽ നിന്ന് പേര് വെട്ടി വിടുന്ന, അല്ലെ, എക്സ്പെൽ ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടത്. അപ്പോ അവിടെ തന്നെ ആ ചാപ്റ്ററിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, യേശുവിന് വേണ്ടി നിൽക്കുമല്ലോ ശിഷ്യന്മാരാന്ന് പറയപ്പെടുന്ന ചെയ്യുന്ന ആൾക്കാരെ അവര് എന്താ പറയുക, സിനഗോഗിൽ നിന്ന് അവര് വിടും, അല്ലെ? അപ്പൊ അവര് റിലീജിയസ് ആയിട്ടുള്ള അവിടെ നിന്ന് അവരെ വിടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ സ്ഥാനമില്ല. അപ്പൊ അങ്ങനെ അന്നൊക്കെ സമൂഹത്തില് സിനഗോഗിൽ സ്ഥാനമായിരിക്കും എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിരിക്കുന്നു. ഇന്നും ഉണ്ടല്ലോ മിക്കവാറും തന്നെ എന്താ ചർച്ചിന്റെ പാട്ടായി നിൽക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗനൈസേഷന്റെ പാട്ടായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ട് കണക്കൂട്ടുന്ന പല ആൾക്കാരും ഉണ്ടല്ലോ. അപ്പൊ എന്താ പറയുക, ആൾക്കാർക്ക് പേടിയായിരുന്നു യേശുവിനെ പറ്റി, യേശുവിന് വേണ്ടി നിലകൊള്ളാൻ പേടിയായിരുന്നു അന്നത്തെ കാലത്ത്. പക്ഷെ ഈ സ്ത്രീകൾക്ക് അങ്ങനത്തെ ഒരു പേടിയൊന്നുമില്ല, ആരെയും പേടിയില്ല. വെളുക്കുമ്പോ, അല്ലെ, വെളുത്തപ്പോ, നേരം പരവരാ വെളുത്തപ്പോ സ്ത്രീകളെല്ലാം കൂടെ, 2 സ്ത്രീകളെന്ന് പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മത്തായിയിൽ എഴുതിയിരിക്കുന്നത്, 2 സ്ത്രീകൾ വന്നിരിക്കും യേശുവിനെ നോക്കുന്നതിന് വേണ്ടി, ശരീരം എന്ത് സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി, അല്ലെ? വേറെ എന്താ പറയുക, ഗോസ്പലിലേക്ക് പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും, കുറച്ച് സ്പൈസുകളൊക്കെ ആയിട്ട് അവര്, അല്ലെ, വരുവാണ് ശരീരത്തെ അനോയിന്റ് ചെയ്യുന്നതിന് വേണ്ടി, യേശുവിന്റെ ശരീരത്തെ അനോയിന്റ് ചെയ്യുന്നതിന് വേണ്ടി. ഇപ്പൊ ഇതാരും ഉരുട്ടി മാറ്റും, കല്ല് ഉരുട്ടി മാറ്റും എന്നൊക്കെ ചോദിച്ചിട്ട് അവരിങ്ങനെ വരുവാണ്.
അപ്പൊ ഈ ദൈവത്തെ അതാണ് അവരുടെ താല്പര്യം. യേശുവിനെ പറ്റിയുള്ള താല്പര്യമാണ്. യേശുവിനോടുള്ള സ്നേഹം അതാണ് അല്ലെ. യേശുവിനെ അന്വേഷിക്കുക ചെയ്യുന്നത് അല്ലെ. വീട്ടിലിരിക്കാൻ അവർക്ക് തോന്നുന്നില്ല. ശിഷ്യന്മാർക്ക് 3.5 വർഷം കൂടെ നടന്ന ശിഷ്യന്മാര് വീട്ടിലിരിക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചപ്പോ ഈ സ്ത്രീകൾക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരോട് സംസാരിക്കുന്നതിന് വേണ്ടിയായിട്ട് ദൈവം ഒരു ദൂതനെ അയച്ചിരിക്കുക. ദൂതൻ വന്ന് കല്ലറ തുറക്കുന്നു, കല്ലുരുട്ടി മാറ്റി അതിന്റെ പൊക്കത്തിൽ കയറിയിരിക്കും. അപ്പൊ അവരോട് സംസാരിക്കുക. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. എന്താ പറയുക, അവൻ ഇവിടെ ഇല്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അല്ലെ, 5-ാമത്തെ വാക്ക്, ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശു നിങ്ങൾ അന്വേഷിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അല്ലെ, അപ്പൊ ദൈവം പറഞ്ഞു വിട്ട ദൂതൻ പറയുക, എന്താ പറയുക, നിങ്ങൾ യേശുവിനെ അന്വേഷിക്കുക എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നു. അവൻ ഇവിടെ ഇല്ല, താൻ പറഞ്ഞതനുസരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ഗലീലയിലേക്ക് പോവുകയാണ്. അല്ലെ, നിങ്ങൾക്ക് അവിടെ വെച്ച് കാണും. നിങ്ങൾ അതിനു മുമ്പേ എന്താ പറഞ്ഞ അവനെ കാണും, ഞാൻ നിങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നു. അപ്പൊ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് എന്നും വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറയുവിൻ എന്ന് പറയും. അപ്പൊ ഒരു വർക്ക് ഈ ദൂതൻ വഴി ദൈവം അവർക്ക് കൊടുക്കുകയല്ലേ. നിങ്ങൾ പെട്ടെന്ന് തന്നെ തന്റെ ശിഷ്യന്മാരായിട്ടുള്ള അപ്പോസ്തലന്മാരോട് ചെന്ന് പറയുക, അല്ലെ, യേശു ഉയർത്തെഴുന്നേറ്റെന്ന് പറയുക. എന്നിട്ട് അവരോട് പറയാം, ഗലീലയിലേക്ക് പോകാൻ പറയാം, അവിടെ വെച്ച് യേശുവിനെ അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. എന്ന് വെച്ചിട്ട് ഇവാഞ്ചലിസം വർക്ക് ദൈവം ഇവർക്ക്, ഈ സ്ത്രീകൾക്ക് കൊടുക്കും, ഇവരുടെ ഇഷ്ടം കൊണ്ട്. അല്ലെ, ഇവര് ദൈവത്തെ, യേശുവിനെ സീക്ക് ചെയ്യുന്നവരാണ്. യേശുവിനെ എന്താ പറയുന്നത്, അന്വേഷിച്ചു കൊണ്ട് ഇവര് വന്നതാണ്. അല്ലെ, യേശുവിന്റെ ശരീരം നോക്കി ഇവര് വന്നതാണ്. അപ്പൊ അങ്ങനെയുള്ളവരോട് പറയുക, നിങ്ങളും ഗലീലയിലേക്ക് പോക്കോ, നിങ്ങൾ ഈ കാര്യം ചെന്ന് അവിടെ ശിഷ്യന്മാരോടും, അല്ലെ, ജെറുസലേം ശിഷ്യന്മാരോടും പറയണം, ഗലീലയിലേക്ക് പോകാൻ പറയണം, അവിടെ വെച്ച് ദൈവത്തെ, യേശു ക്രിസ്തുവിനെ കാണും എന്ന് പറയപ്പ. അങ്ങനെ ഇവരെങ്ങനെ വെച്ചാൽ, അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി കല്ലറ വിട്ട് അവന്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി. എന്നാൽ യേശു അവര് എതിരേറ്റു. അപ്പം ഭയമുണ്ട്. മുമ്പിൽ കാണുന്ന കാഴ്ച വളരെ വിചിത്രമായൊരു കാഴ്ച. ദേവരെ കണ്ടിട്ടില്ല, ദൂതന്മാർ ഇറങ്ങിയിരിക്കുന്ന കാര്യം. അതോടൊപ്പം തന്നെ വളരെ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങൾ കേട്ട കാര്യം അതേപടി വിശ്വസിച്ച ആൾക്കാർ, അല്ലെ, അതേപടി തന്നെ വിശ്വസിക്കുകയും അതേപടി അനുസരിക്കുന്ന ആൾക്കാർ. അവർ പറഞ്ഞ മാത്രം തന്നെ, ഈ ദൂതം പറഞ്ഞപ്പോ നിങ്ങൾ പോയി പെട്ടെന്ന് തന്നെ ശിഷ്യന്മാരോട് പറയാന്ന് പറഞ്ഞപ്പോ, ഞാൻ പിന്നെ എങ്ങാനും പോകാന്നോ, അല്ലെ, ഞങ്ങൾക്കൊന്നും വിശ്വാസമൊന്നുമില്ലെന്നും പറഞ്ഞു നിൽക്കാതെ ചടുപിടുന്ന് പെട്ടെന്ന് തന്നെ ഓടും. അല്ലെ, അവര് ശിഷ്യന്മാരോട് പറയാൻ വേണ്ടി. കാരണം വിശ്വാസം അത്ര അധികമാണ്. അല്ലെ, വിശ്വസിച്ചുകൊണ്ട് അവർ ഓടുകയാണ് ചെയ്യുന്നത്. അപ്പൊ പക്ഷേ അങ്ങനെ ഓടുന്ന ഓട്ടത്തിൽ യേശുക്രിസ്തു ഗലീലയിൽ വെച്ച് കാണുമെന്ന് ദൂതന്മാര് പറഞ്ഞെങ്കിൽ പോലും യേശുക്രിസ്തു അവർക്ക് പ്രത്യക്ഷപ്പെടുന്നു. അല്ലെ, അപ്പൊ ആദ്യമായിട്ട് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്ന ഇവർക്കാന്ന് വിചാരിച്ചു, സ്ത്രീകൾക്കാന്ന് വിചാരിച്ചോണം. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് യേശു എന്താ പറയുക, യേശു അവരെ എതിരേറ്റു. 8-ാമത്തെ വാക്കിന്റെ അവസാനത്തെ ഭാഗം, എന്നാൽ യേശു അവരെ എതിരേറ്റു, നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞ് അവർ അടുത്തു ചെന്ന് അവന്റെ കാൽ പിടിച്ചു. അവർ അടുത്തു ചെന്ന് അവന്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു. യേശു അവരോട് ഭയപ്പെടാതെ, നിങ്ങൾ പോയി എന്റെ സഹോദരന്മാരോട് ഗലീലയിലേക്ക് പോകുവാൻ പറയുവിൻ, അവിടെ അവർ എന്നെ കാണും എന്ന് പറഞ്ഞു. അപ്പൊ ഇവരുടെ ഈ മനസ്സിന്റെ ഈ യേശുവിനെ അന്വേഷിക്കാനുള്ള ത്വരയും, അല്ല, ആ ഒരു ഇൻട്രസ്റ്റും, ഈ ദൂതൻ പറഞ്ഞ വാക്കുകൾ അനുസരിക്കാൻ ഉള്ള ഒരു ഇൻട്രസ്റ്റും, അല്ലെ, അത് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോ യേശുക്രിസ്തു അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പൊ അന്വേഷിക്കുന്നതിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നവരാണ് യേശുക്രിസ്തു. നമ്മുടെ ഹൃദയം കാണുന്നവരാണ്. ദൈവത്തിന് ഹൃദയം കാണാനുള്ള കഴിവുണ്ട്. അല്ലെ, നമ്മൾ എത്രമാത്രം മറച്ചു വെച്ചാലും, എന്താ കാര്യങ്ങൾക്ക് മറച്ചു വെച്ചാലും, നമ്മളുടെ കാര്യങ്ങൾ സകലതും അറിയാനുള്ള കഴിവ് ദൈവത്തിനുണ്ട്. അപ്പൊ ഹൃദയത്തിന്റെ വിചാരങ്ങള്, നമ്മളുടെ ഇഷ്ടങ്ങൾ, ഇതെല്ലാം കാണാൻ മനസ്സുള്ളവൻ ദൈവം യേശുക്രിസ്തു. അത് കാണുന്നതും മനസ്സിലാക്കുന്നതും ദൈവം. അല്ലെ, അപ്പൊ മറ്റുള്ളവരാരും നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ദൈവം മനസ്സിലാക്കുന്നുണ്ടെന്ന് ചുരുക്കമല്ല. അപ്പൊ ഇവരുടെ ഹൃദയത്തിന്റെ ആ ഒരു വെമ്പല്, അല്ലെ, ദൈവത്തെ അപ്പൊ എന്താ പറയുക, യേശുവിനെ അവര് അന്വേഷിച്ച് ഇറങ്ങിയതാണ്. അല്ലെ, അപ്പൊ ദൈവത്തിന്റെ വാക്ക് കേട്ടപ്പോ പോയി പറയുമെന്ന് പറഞ്ഞപ്പോ ഇവാഞ്ചലിസം വർക്ക് ഏറ്റെടുത്ത വ്യക്തിയാണ്. ഒരു മടുപ്പും പറയാതെ ഒന്നും ഏറ്റെടുത്ത വ്യക്തികളാണ്. അല്ലെ, അപ്പൊ ഇവർ ഓടും. അപ്പൊ അവരുടെ മുമ്പിൽ യേശുക്രിസ്തു തന്നെ എന്താ പറയുക, വെളിപ്പെടുത്തി കൊടുക്കുക ചെയ്യുന്നു. നമുക്കറിയാം, പെന്തക്കോസ്ത് നാൾ കഴിഞ്ഞപ്പോഴാണ്, ഹോളി സ്പിരിറ്റ് ഗോഡ് വന്നു കഴിഞ്ഞപ്പോഴാണ് ചർച്ച് സ്റ്റാർട്ട് ആകുന്നത്. അല്ലെ, അന്ന് 3000 പേര് ഒരുമിച്ച് രക്ഷപ്പെടുന്നു. അതിനുശേഷം ദൈവം പിന്നെയും ചർച്ചിലേക്ക് ആൾക്കാരെ ആഡ് ചെയ്യപ്പെടുന്നു. പക്ഷെ വർക്ക് സ്റ്റാർട്ടായത് ഇവിടെ വെച്ചാണ്. അല്ലെ, ആ തന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആ ദിവസം തൊട്ട് ഈ സ്ത്രീകൾ വഴിയാണ് ശരിക്കുള്ള വർക്ക് സ്റ്റാർട്ടായത്. അല്ലെ, ഇവര് ഓടിച്ചെന്ന് ശിഷ്യന്മാരോട് പറയുക. ശിഷ്യന്മാര് വിശ്വസിക്കാൻ വലിയ താല്പര്യം കാണിച്ചില്ല. മാർക്കോസിലേക്ക് പോകുമ്പോൾ 16-ാമത്തെ ചാപ്റ്ററിന്റെ 14-ാമത്തെ
വാക്കില് ദൈവം അവരുടെ 11 പേരുടെ മുമ്പ് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടിട്ട് അവരെ വഴക്ക് പറയുക. കാരണം വെച്ചാൽ അവർക്ക് വിശ്വസിക്കാൻ താല്പര്യമില്ല. ഈ സ്ത്രീകൾ വന്ന് പറയുന്നത് അത് വെറും ഒരു കഥയാണെന്ന് മാത്രം വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ശിഷ്യന്മാര് 11 പേര് ചെയ്തുകൊണ്ട്. ജൂഡാസ് മരിച്ചു പോയിരുന്നല്ലോ. അപ്പം 11 പേരും ഇതെല്ലാം കളിവാക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്ന് വിചാരിക്കുക, പീറ്ററും ജോണും എല്ലാം ഇത് വെറുതെ കളിവാക്കാന്ന് പറഞ്ഞിരിക്കും. പക്ഷെ അവരുടെ മുമ്പിൽ യേശുക്രിസ്തു പ്രത്യക്ഷനായിട്ട് അവരുടെ ഹൃദയത്തിന്റെ കാഠിന്യത്തെ പറ്റി, അവരുടെ വിശ്വാസമില്ലായ്മയെ പറ്റിയും ദൈവം എന്താ പറഞ്ഞ അവരോട് ദേഷ്യപ്പെടും, അവരെ വഴക്ക് പറയുന്ന ഒരു കാഴ്ചയെ കാണുന്നത് അല്ലെ. അപ്പം ഈ സ്ത്രീകൾ അങ്ങനെയായിരുന്നില്ല അല്ലെ, വിശ്വസിക്കാൻ തയ്യാറുള്ളവരായിരുന്നു, വിശ്വസിക്കാൻ തയ്യാറുള്ള വ്യക്തികളായിരുന്നു. അപ്പൊ വിശ്വസിക്കാൻ തയ്യാറുള്ളവരുടെ മുമ്പില്, യേശുക്രിസ്തുവിനെ സീക്കാൻ തയ്യാറുള്ളവരുടെ മുമ്പില് പ്രത്യക്ഷപ്പെടാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് യേശുക്രിസ്തു. തന്നെ അറിയിച്ചു കൊള്ളാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് യേശുക്രിസ്തു അല്ലെ. അപ്പൊ എൻകൗണ്ടർ കൊടുക്കുവാണ് ഈ സ്ത്രീകൾക്ക് ദൈവം അല്ലെ. അപ്പൊ നമ്മളുടെ ഹൃദയം എബ്രായ ലേഖനത്തിൽ 3-ാമത്തെ ചാപ്റ്ററിൽ 12-ാമത്തെ വാക്ക് പറയുന്ന പോലെ കാഠിന്യമുള്ള ഈവിളായിട്ടുള്ള അല്ലെ, ഈവിളായിട്ടുള്ള ഹൃദയമുള്ളവരാകാതിരിക്കട്ടെ, അവിശ്വാസത്തിന്റെ ഈവിളായിട്ടുള്ള ഹൃദയമുള്ളവരാകാതിരിക്കട്ടെ നമ്മൾ അല്ലെ. നമുക്ക് വിശ്വസിക്കുന്ന ഹൃദയമുള്ളവരായിരിക്കും, യേശുക്രിസ്തുവിനെ എന്താ പറയുക സീക്കിയെന്ന് അന്വേഷിക്കുന്ന ഹൃദയമുള്ളവരായിരിക്കും. ഇനി ഇവര് യേശു അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോ ഈ സ്ത്രീകൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഉടനെ തന്നെ യേശുവിന്റെ കാല് പിടിച്ചുകൊണ്ട് വർഷിപ്പ് ചെയ്യുകയോ ചെയ്യുന്നത് അല്ലെ. ദൈവത്തെ പ്രേസ് ചെയ്യുന്നു, വർഷിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോ അപ്പൊ അവരോട് യേശുക്രിസ്തു ചെന്ന് നീ എന്റെ സഹോദരന്മാരോട് പറയാ എന്ന് പറഞ്ഞിരിക്കും. ഈ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷനും ഇല്ല എന്ന് വിചാരിച്ചോണം അല്ലെ. ഒരു രാത്രി മൊത്തം പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ശിഷ്യന്മാരെ യേശുക്രിസ്തു തിരഞ്ഞെടുക്കുന്നത്, ജൂഡാസ് ഇസ്കാരിയോട്ടിനെ തിരഞ്ഞെടുക്കുന്നത് അല്ലെ. യേശു ഈ ശിഷ്യന്മാരെ എല്ലാം ഡീമൺസിനെ വിടാനുള്ള കഴിവും സകല അസുഖങ്ങള് ഹീലിയേക്കാനുള്ള കഴിവും എല്ലാം കൊടുത്തിട്ട്, അനോയിന്റിങ് കൊടുത്തിട്ട് ഇവരെ എന്താ പറയുക പ്രീച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിട്ടാണ് ഇസ്രായേലിന്റെ വില്ലേജുകളിലൊക്കെ അല്ലെ. അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ 70 ആൾക്കാരെയും പറഞ്ഞു വിട്ടു. ഇവര് കൂട്ടത്തിൽപ്പെടുന്നവരല്ല സ്ത്രീകള് അല്ലെ. സ്ത്രീകൾക്ക് ഈ സ്ത്രീകൾക്കൊന്നും പ്രത്യേകിച്ച് അനോയിന്റിങ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അവർക്കുള്ളത് എന്താന്ന് വെച്ചാൽ യേശുക്രിസ്തുവിനെ അന്വേഷിക്കാനുള്ള ഒരു ഹൃദയവും താൻ പറയുന്ന വാക്കുകൾ കൃത്യമായിട്ട് അത് വിശ്വസിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള ഒരു ഹൃദയമുള്ള വ്യക്തികൾ. അത് മാത്രമേ ഇവർക്കുള്ള ക്വാളിഫിക്കേഷൻ. അതുകൊണ്ട് തന്നെ താൻ ഉയർത്തെഴുന്നതിന് ശേഷം ഈ സ്ത്രീകളുടെ മുമ്പിൽ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ മേരി അല്ലെ, മേരി എന്താ പറയാ യോഹന്നാനും പീറ്ററും എല്ലാം വന്ന് നോക്കി അല്ലെ. മേരി ആദ്യമായിട്ട് വരുന്നു. മേരി എന്താ പറയുന്നത് ആ കല്ല് മാറ്റിയിരിക്കുന്നത് കണ്ടിട്ട് യേശുവിന്റെ ശരീരം അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓടി ചെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു. അതിനുശേഷം അവളും വരുന്നു. അപ്പൊ പീറ്ററും ജോണും വന്ന് നോക്കുന്നു, യേശുവിന്റെ ശരീരമില്ലെന്ന് കണ്ടിട്ട് അവര് തിരിച്ച് വീട്ടിൽ പോകുന്നു. പക്ഷെ മേരി അവിടെ തന്നെ നിൽക്കുക അല്ലെ. അപ്പൊ മേരിയുടെ മുമ്പിൽ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടും. എന്ന് വെച്ച് കഴിഞ്ഞാല് തന്നെ അന്വേഷിക്കുന്നവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ താല്പര്യപ്പെടുന്ന യേശുക്രിസ്തു, തന്നെ അന്വേഷിക്കുന്നവരുടെ മുമ്പിൽ തന്നെ വെളിപ്പെടുത്താൻ താല്പര്യപ്പെടുന്ന യേശുക്രിസ്തു അല്ലെ. അപ്പൊ ഇത് എനിക്കിത് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് യേശുക്രിസ്തുവിനെ അന്വേഷിക്കുന്നവരായിരിക്കട്ടെ. 2026 ദൈവം നമുക്ക് ഫ്രീ ആയിട്ട് തന്നിരിക്കുമ്പോൾ ഈ വർഷം നമുക്ക് യേശുക്രിസ്തുവിനെ അന്വേഷിക്കുന്നതാക്കാം. അടുത്ത കൊല്ലം അതിനേക്കാളും കൂടുതൽ അന്വേഷിക്കുന്നതായിരിക്കും. അന്വേഷിക്കുന്നതിന് മുമ്പിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. അന്വേഷിക്കുന്നവർക്ക് മാത്രമുള്ളൂ, യേശുക്രിസ്തു അന്വേഷിക്കുന്നവർക്ക് മാത്രമുള്ളൂ യേശുക്രിസ്തുവിന്റെ പ്രസൻസിൽ ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. യേശുവിന്റെ പ്രസൻസിൽ ജീവിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ നമ്മൾ അല്ലെ. അപ്പൊ യേശുവിനെ കണ്ടെത്തി കഴിയുമ്പോൾ അവരുടെ അടുത്ത റിയാക്ഷൻ എന്തായിരുന്നു? യേശുവിനെ വർഷിപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പൊ വർഷിപ്പ് ചെയ്യുന്നവരായിരിക്കട്ടെ അല്ലെ. അപ്പൊ യേശു പിന്നെ അവർക്ക് കൊടുത്തിരിക്കുന്ന വർക്ക് അല്ലെ, തന്നെ അന്വേഷിക്കുന്ന ഒരു ഹൃദയമുള്ളവരാണെങ്കിൽ, തന്നെ വർഷിപ്പ് ചെയ്യുന്ന ഹൃദയമുള്ളവരാണെങ്കിൽ, തനിക്ക് വേണ്ടി നിലനിൽക്കാൻ അല്ലെ, എത്ര വലിയ പ്രതികൂലത നിൽക്കാൻ താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ അല്ലെ, താൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ ദൈവം അവർക്ക് തന്റെ കൃപ കൊടുക്കുക തന്നെ ചെയ്യും അല്ലെ. നമ്മൾക്ക് ദൈവത്തിന്റെ കിങ്ഡത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ സാധിക്കുക തന്നെ ചെയ്യും. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള വ്യക്തികളായിരിക്കട്ടെ അല്ലെ. ദൈവത്തിന് വേണ്ടി നിൽക്കാൻ വേണ്ടി ഇനിയുള്ള സമൂഹത്തിലേക്ക് ഇപ്പൊ തന്നെ നോക്കും വളരെയധികം ഇരുട്ടാണ്. ഇനി വരുന്ന കാലഘട്ടങ്ങൾ കുറേ കൂടി ആയിരിക്കും, പെർസിക്യൂഷനൊക്കെ വളരെ അധികം ആയിരിക്കും. പക്ഷെ എന്നാലും നമുക്ക് നിൽക്കാം, ദൈവത്തിന് വേണ്ടി നിൽക്കാം, യേശുക്രിസ്തുവിന് വേണ്ടി നിൽക്കാം അല്ലെ. നമുക്ക് യേശുക്രിസ്തുവിനെ വർഷിപ്പ് ചെയ്യുന്നവരായിരിക്കും. നമുക്ക് സീക്ക് ചെയ്യാം, ദൈവത്തെ നമുക്ക് അന്വേഷിക്കുന്നവർ കണ്ടെത്തുക തന്നെ ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളായിരിക്കാം നമ്മൾ, ദൈവത്തിന്റെ പുറകെ പോകുന്ന വ്യക്തികളായിരിക്കാം അല്ലെ, ദൈവത്തെ കണ്ടെത്തുന്ന വ്യക്തികളായിരിക്കും. അപ്പം മോസസ് പറഞ്ഞ പോലെ അങ്ങയുടെ കണ്ണിൽ ഞാൻ എന്താ പറയണേ
എന്നെ അങ്ങേക്ക് എന്നെ പേര് കൊണ്ട് അറിയാമെന്ന് എന്താ പറയുക, അങ്ങ് പറയുന്നു. അങ്ങയുടെ കണ്ണിലേക്ക് ഞാൻ ഗ്രേസ് കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് വെച്ചാൽ ഐ ഫൗണ്ട് ഫേവർ ഇൻ യുവർ ഐസ് എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാകുമ്പോൾ അല്ലേ, അങ്ങനെ ആണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരണമേ. അപ്പോൾ കുറേയും കൂടെ അങ്ങയുടെ ഫേവറിന് പാത്രമായി തീരുമല്ലോ. അങ്ങയുടെ കണ്ണിൽ എനിക്ക് ഒരു സ്ഥാനം ഉണ്ടാകുമല്ലോ അല്ലേ. അപ്പം അങ്ങനെ ഉള്ളൊരു വ്യക്തിക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്, അങ്ങയുടെ ഗ്ലോറി എനിക്ക് കാണണം അല്ലെ. അപ്പൊ അങ്ങനെ ഗ്ലോറി വെളിപ്പെടുത്താൻ താല്പര്യപ്പെടുന്ന ദൈവമാണ് യേശുക്രിസ്തു അല്ലെ. ഗ്ലോറി അല്ലെ, നിങ്ങൾ കാണേണ്ട കാര്യമൊന്നുമില്ല, നിനക്ക് അത്രയ്ക്ക് വലിയ കഴിവൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന, അല്ല നിനക്ക് അനോയിന്റിങ് ഇല്ല, നീ ഒരു അപ്പോസ്റ്റലൊന്നും അല്ല, നീ ഒരു പ്രോഫറ്റ് ഒന്നും അല്ലെന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിയല്ല ദൈവം തമ്പുരാൻ അല്ലെ. ഒരു കഴിവും ഒരു അനോയിന്റിങ്ങും ഇല്ലാത്ത സ്ത്രീകൾ അല്ലെ യേശുക്രിസ്തുവിനെ തിരക്കി ഇറങ്ങാൻ അവർ താല്പര്യം കാണിച്ചപ്പോൾ അവര് പ്രത്യക്ഷപ്പെട്ട ദൈവമാണ് യേശുക്രിസ്തു. അപ്പൊ നമ്മള് ദൈവത്തെ തിരക്കിറങ്ങാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ദൈവം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. നമ്മൾക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി തരുക തന്നെ ചെയ്യും. അപ്പൊ ഒരു പ്രാവശ്യം വെളിപ്പെടുത്തി തന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിതകാലം മുഴുവൻ അല്ലെ, അത് ഒരെണ്ണം മതി അല്ലെ. പക്ഷെ അത് ഒരെണ്ണം കൊണ്ട് നിർത്തരുത് അല്ലെ. ഒരു പ്രാവശ്യം ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി തരുമ്പോൾ ഒരു എൻകൗണ്ടർ നമുക്ക് കിട്ടിക്കഴിയുമ്പോഴേക്കും പിന്നെ അതിനായിട്ട് ആഗ്രഹിക്കുക, പിന്നെ അതിനായിട്ട് ആഗ്രഹിക്കുക അല്ലെ. അപ്പൊ ദൈവത്തെ നമ്മള് എന്താ പറയാ, ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ. ഈ 2026 വളരെ മനോഹരമായിട്ടൊരു വർഷമായിരിക്കട്ടെ. നമുക്ക് യേശുവിനെ കൂടുതൽ അറിയുന്ന വർഷമായിരിക്കട്ടെ. യേശുവിൽ വളരെയധികം വളരുന്ന വർഷമായിരിക്കട്ടെ അല്ലെ. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. കർത്താവേ, ഈ സമയത്ത് നന്ദി പറയുന്നു പിതാവേ, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് കർത്താവെ. അങ്ങനെ തന്നെ വെളിപ്പെടുത്താൻ അങ്ങ് കാണിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു കർത്താവെ. അങ്ങയുടെ ഗ്ലോറിയിലേക്ക് ഞങ്ങൾ നോക്കി ഞങ്ങൾ ബിഹോൾഡ് ചെയ്യുമ്പോൾ കർത്താവെ, ഒരു ഡിഗ്രി ഗ്ലോറിൽ നിന്ന് അടുത്ത ഡിഗ്രി ഗ്ലോറിയിലേക്ക് ഞങ്ങൾ പോകില്ലെന്നാഥ. പ്രൈസ് ആൻഡ് വർഷിപ്പ് ആയിട്ട് അങ്ങയുടെ ഇമേജിലേക്ക് ഞങ്ങൾ ട്രാൻസ്ഫോം ചെയ്യില്ല കർത്താവെ. അങ്ങയുടെ ഗ്ലോറിനെ കർത്താലോട്ട് ഞങ്ങൾക്ക് ബിഹോൾഡ് ചെയ്യാനുള്ള കൃപ തന്നെ അപേക്ഷിക്കുന്നു. അങ്ങനെ അന്വേഷിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ കർത്താലോട്ട് ഫാദർ. അങ്ങയുടെ ഹൃദയത്തിന് പുറകെ ഡേവിഡ് നടന്നുപോലെ നടക്കുന്ന വ്യക്തികളായിരിക്കട്ടെ ഞങ്ങൾ കർത്താവെ. താങ്ക് യു ജീസസ് മെസ്സേജ്. ഞങ്ങളുടെ ഗ്ലോറിക്ക് വേണ്ടിയോ ഞങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയോ ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ആവശ്യമുള്ള ഫിസിക്കൽ കാര്യത്തിന് വേണ്ടി മാത്രം അങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയൊന്നും ആകാതിരിക്കട്ടെ കർത്താവ്. അങ്ങനെ എന്നും അന്വേഷിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങനെ ഞങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും. താങ്ക് യു എന്റെ പ്രൈസ് മാസ്റ്റർ. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കുന്ന അപേക്ഷിക്കുന്ന യേശുവിൻ നാമത്തിൽ ആമേൻ. ഇത് കേട്ട നന്ദി. ദൈവത്തിനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.